അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം ചതുർത്ഥസ്കന്ധം ആദ്യത്തെ അധ്യായത്തിൽ 37-ാമത്തെ ശ്ലോകം മുതൽ 48 കൂടിയുള്ള 12 ശ്ലോകങ്ങളെ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. രജസ്വലാ സഭായാം തൂ നീതാഭീതൈകവാസസാ വിരാടനഗരേ ദാസീ ജാതാ മത്സ്യസ്യ സാ പുനഃ ധർഷിതാ കീചകേനാധ രുദതീ കുരരീ യഥാ ഹൃതാ ജയദ്രഥേനാധ ക്രന്ദമാനാതി ദുഃഖിതാ മോചിതാ പാണ്ഡവൈ പശ്ചാൽ ബലവദ്ഭിർമഹാത്മഭിः പൂർവജന്മകൃതം പാപം കിം തദ്യേന ച പീഡിതാ ദുഃഖാന്യനേകാന്യാപ്താസ്തേ കഥയാദ്യ മഹാമതേ രാജസൂയം ക്രതുവരം കൃത്വാ തേ മമ പൂർവജാം ദുഃഖം മഹത്തരം പ്രാപ്ത പൂർവജന്മകൃതേന വൈ ദേവാംശാനാം കഥം തേഷാം സംശയോയം മഹാൻ ഹി മേ സദാചാരൈസ്തു കൗന്ദേയൈർ ഭീഷ്മ ദ്രോണാദയോ ഹതാ ഛലേന ധനലോഭാർത്ഥം ജാനാനൈർനശ്വരം ജഗൽ പ്രേരിത വാസുദേവേന പാപേ ഘോരേ മഹാത്മന കുലം
ക്ഷയിതവന്തസ്തേ ഹരിണാ പരമാത്മനാ വരം ഭിക്ഷാടനം സാധോ നീവാരേർജീവനം വരം യോധാന്ന ഹത്വാലോഭേന ശില്പേന ജീവനം വരം വിച്ഛിന്നസ്തു ത്വയാ വംശോ രക്ഷിതോ മുനിസത്തമാ സമുത്പാദ്യ സുതാനാശു ഗോളകാൻ ശത്രുനാശനാൽ സോൽപേനൈവ തു കാലേന വിരാടതനയാ സുത താപസസ്യ ഗളേ സർപ്പം ന്യസ്തവാൻ കഥമത്ഭുതം ന കോപി ബ്രാഹ്മണം ദ്വേഷ്ടി ക്ഷത്രിയസ്യ കുലോദ്ഭവ താപസം മൗനസംയുക്തം പിത്രാ കിം തൽകൃതം മുനെ ഏതൈരന്യൈശ്ച സന്ദേഹൈർവികലം മേ മനോധുനാ സ്ഥിരം കുരു പിതഃ സാധോ സർവജ്ഞോസി ദയാനിധേ. ശ്രീജഗദംബികായേ നമഃ. ഇതി ശ്രീമദ്ദേവി ഭാഗവതേ ചതുർത്ഥസ്കന്ധേ പ്രഥമോധ്യായ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായേ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം ചതുർത്ഥസ്കന്ധം ഒന്നാമത്തെ അധ്യായത്തിൽ 37 ശ്ലോകം മുതൽ 48 കൂടിയുള്ള ശ്ലോകങ്ങളുടെ മലയാള പരിഭാഷ ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. രജസ്വലയും ഭീതയും ആയവളെ ഏകവസ്ത്രധാരിണിയായി സഭയിൽ വലിച്ചിഴച്ചില്ലേ. വിരാട നഗരത്തിൽ മത്സ്യരാജാവിന്ദാസിയായി വസിക്കേണ്ടി വന്നതും അത്യത്ഭുതം തന്നെ. കീചകൻ അപമാനിച്ചു, മാടപ്രാവു പോൽ കരഞ്ഞു, അവളെ ജയദ്രഥനും അപഹരിച്ചു. ശക്തരായ പാണ്ഡവന്മാർ അവൾക്കു മോചനമേകി. ഈ വിധം വരാനെന്താണു ജന്മപാപം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. രാജസൂയം നടത്തിയിട്ടും എന്റെ പൂർവികരാമവർ അത്യധികം ദുഃഖിച്ചതും എന്തു കാരണം? മുജ്ജന്മകർമ്മം കൊണ്ടാവാം ഇത്രയേറെ ദുഃഖപ്രാപ്തി. മഹർഷേ അതെന്താണെന്നും പറഞ്ഞിടണേ. സദാചാരനിഷ്ഠരായ കൗന്ദേയന്മാർ ഗുരുക്കളാം ഭീഷ്മദ്രോണാദികളെയും നിഗ്രഹിച്ചല്ലോ. ധനലോഭം നിമിത്തം താൻ ഈ ലോകമെല്ലാം നശ്വരമെന്നറിഞ്ഞിട്ടു അവരെ കൊന്നു തള്ളിനാൻ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ
ശരണം. ഘോരമായ പാപം ചെയ്തു കുലനാശം വരുത്തിയതും വാസുദേവ പ്രേരണയാൽ എന്നതും സത്യം. ഉത്തമയോദ്ധാക്കളെ വധിക്കുന്നതിനേക്കാൾ ഭേദം ഭിക്ഷവേല എന്നിവയാൽ ചെയ്യും ജീവിതം. കുറ്റിയറ്റ വംശത്തിനെ ശത്രുക്കൾ നശിപ്പിക്കാതെ പുത്രന്മാരെ ജനിപ്പിച്ചു രക്ഷിച്ചു ഭവാൻ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വിരാടപുത്രനാം മമ പിതാവു മുനീതൻ കണ്ഠേ വിഷസർപ്പത്തെ ഇട്ടതും അത്ഭുതം തന്നെ. ക്ഷത്രിയരോ ബ്രാഹ്മണരെ ദ്വേഷിക്കില്ല എന്നിരിക്കെ മമ പിതാ ഈ വിധത്തിൽ ചെയ്തു അത്ഭുതം. ഈ വിധ സംശയങ്ങളാൽ മമ മനം ചഞ്ചലം താൻ അവയെ പരിഹരിച്ചു അനുഗ്രഹമേകൂ. അവയെ പരിഹരിച്ചു അനുഗ്രഹിക്കൂ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം. ലക്ഷ്മീ ശരണം. ഭദ്രേ ശരണം. വാണീ ശരണം. കാളീ ശരണം. ഭദ്രേ ശരണം. ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാനെന്ന അക്ഷരപൂജയിൽ ഇന്ന് 322 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ചതുർത്ഥസ്കന്ധം ആദ്യത്തെ അധ്യായത്തിൽ 37 ശ്ലോകം മുതൽ 48 കൂടിയുള്ള ശ്ലോകങ്ങളെ നമ്മൾ വിചാരം ചെയ്യണു. ഇവിടെ കർമ്മത്തെക്കുറിച്ച്, അവിടെ പാണ്ഡവന്മാരുടെ കഥ, ശ്രീകൃഷ്ണൻ്റെ കഥ, അതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ജനമേജയൻ തൻ്റെ പൂർവികരായ പാണ്ഡവന്മാർക്ക് എങ്ങനെയാണ് ഈ ദുഃഖമൊക്കെ ഉണ്ടായത്, അവരെന്തു പാപമാണ് ചെയ്തത്, കിം തത് പാപം, ഇത്രയും വലിയ മഹാപാപം അവർ ചെയ്തത് എന്താണ്, എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് എന്ന് ചോദിക്കുന്നിടത്താണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. ദുശാസനൻ ആ ദ്രൗപദിയുടെ കേശഭാരത്തിൽ പിടിച്ചു വലിച്ചില്ലേ എന്ന് ചോദിച്ച് അവിടെ നിർത്തി നമ്മൾ ഇന്നലെ. പിന്നെ പറയുകയാണ്, രജസ്വല സഭായാം തു
നീതാ ഭീതൈകവാസസ, രജസ്വലയായി സംഭീതയായി പേടിക്കുന്ന അവളെ ഏകവസ്ത്രയായി സഭയിലേക്ക് വലിച്ചഴച്ചില്ലേ. ഭീതൈകവാസസ, ഏകവാസസ. അപ്പോ വിരാട നഗരത്തിൽ മത്സ്യരാജാവിൻ്റെ ദാസിയായി ആ ദ്രൗപദിക്ക് കഴിയേണ്ടി വന്നില്ലേ. വിരാട നഗരേ ദാസി ജാതാ മത്സ്യസ്യ സാപുന. പിന്നെയോ എന്തൊക്കെ ദുഃഖങ്ങളാണ് ഉണ്ടായത് എന്നാ പറയണത്. ധർഷിത കീചകേനാഥ രുദതി കുരരി യഥാ. കുരരി എന്ന് പറഞ്ഞ മാടപ്രാവ്. കീചകൻ ആ ദ്രൗപദിയെ അപമാനിച്ചു. ഒരു മാടപ്രാവിനെ പോലെ വിലപിച്ചുകൊണ്ടിരുന്നു. ഇതിനിടയിൽ ഹൃതാ ജയദ്രഥേനാഥ, അങ്ങനെ അത്യധികമായ ദുഃഖത്തോടുകൂടി വിലപിക്കുന്ന അവളെ ക്രന്ദമാനാദി ദുഃഖിത ജയദ്രഥൻ അപഹരിച്ചു. അപ്പോൾ ആലോചിച്ചു നോക്കൂ, കൗരവരിൽ ദുശ്ശളയുടെ ഭർത്താവാണ് ജയദ്രഥൻ. എന്നാൽ മോചിത പാണ്ഡവൈ പശ്ചാൽ ബലവദ്ഭിർ മഹാത്മഭി, ശക്തന്മാരും ബലവാന്മാരും അതേപോലെ മഹാത്മാക്കളുമായിട്ടുള്ള പാണ്ഡവന്മാർ പിന്നീട് ദ്രൗപദിയെ മോചിപ്പിച്ചു. അപ്പൊ സത്യത്തിൽ പൂർവജന്മകൃതം പാപം കിം തദ്യേന ച പീഡിത, ഇത്രമാത്രം പീഡിതരാവത്തക്കവണ്ണം എന്ത് പാപമാണ് മുജ്ജന്മത്തിൽ ഇവർ ചെയ്തത്. പാണ്ഡവന്മാരും പാണ്ഡവന്മാരുടെ പത്നിയായ ഈ പാഞ്ചാലിയുമൊക്കെ. ദുഃഖാന്യനേകാന്യാപ്താസ്തേ കഥയാദ്യ മഹാമതേ രാജസൂയം കൃതുവരം കൃത്വാതേ മമ പൂർവജ. മമ പൂർവജാഹ, എൻ്റെ പൂർവജന്മാര്, എൻ്റെ പൂർവികന്മാര്, അവര് കൃതുവരം രാജസൂയം കൃത്വ, ഈ യാഗങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന രാജസൂയ മഹായാഗം നടത്തിയിട്ടും എന്തുകൊണ്ടാണ് ദുഃഖാന്യനേകാൻ ആപ്താസ്തേ, അവർക്ക് പലതരത്തിലുള്ള ദുഃഖങ്ങൾ വന്നു ചേർന്നത് എന്തുകൊണ്ട്? കഥയാദ്യ മഹാമതേ, മഹാമതിയായിരിക്കുന്ന ബുദ്ധിമാനായിരിക്കുന്ന വേദവ്യാസ മഹർഷി അങ്ങ് ഇതിന് മറുപടി പറഞ്ഞു തരണേ. ദുഃഖം മഹത്തരം പ്രാപ്ത പൂർവജന്മകൃതേന വൈ ദേവാംശാനാം കഥം തേഷാം സംശയോയം മഹാൻ ഹിമേ. അപ്പൊ അവർക്ക് ഇത്രയധികം ദുഃഖം അനുഭവിക്കേണ്ടി വന്നത് പൂർവജന്മകർമ്മം കൊണ്ട് തന്നെയാവണം. അല്ലാതെ ഇഹത്തിൽ ഇപ്പോ ഈ ജന്മത്തിൽ അവർ ഒരു തെറ്റും അങ്ങനെ ചെയ്തിട്ടില്ല. ദേവാംശാനാം കഥം തേഷാം സംശയോയം മഹാൻ ഹിമേ. ദേവാംശ സംഭൂതരായിരിക്കുന്ന അവർക്ക്, ആ പാണ്ഡവന്മാർക്ക് എന്തുകൊണ്ടാണ് ഇത്ര കണ്ട് സങ്കടം വന്നത്, ഇത്ര കണ്ട് ദുഃഖമുണ്ടായത്? ഇതാണ് എൻ്റെ സംശയം. കാരണം സദാചാരൈസ്തു കൗന്ദേയേ, ആ കൗന്ദേയന്മാര്, കുന്തിപുത്രന്മാര്, അവരൊക്കെ സദാചാര തൽപരരാണ്. ഭീഷ്മദ്രോണാദയോ ഹത, ഭീഷ്മദ്രോണാദികളെ നിഗ്രഹിച്ചു അവര്. അപ്പൊ സത്യത്തിൽ സദാചാര തൽപരരായിട്ടുള്ള അവരിങ്ങനെ ചെയ്യാൻ പാടില്ല. നശ്വരമാണ് ഈ ലോകം, ഈ ജഗത്ത് എന്ന് അറിയുന്ന അവർ ധനലോഭം കൊണ്ടും അല്ലെങ്കിൽ രാജ്യലോഭം കൊണ്ടും അവര് ഈ ഗുരുനാഥന്മാരെ, ഗുരുതുല്യരായിരിക്കുന്ന ഭീഷ്മരെയും ദ്രോണരെയും, ഗുരുതുല്യരല്ല ഗുരുക്കന്മാർ തന്നെ, അങ്ങനെ അവരെയൊക്കെ കൊന്നില്ലേ? അത് അത്ഭുതമാണ്. പ്രേരിതാ വാസുദേവേന പാപേ ഘോരേ മഹാത്മന, ഘോരമായ പാപം ചെയ്ത് കുലം നശിപ്പിക്കുന്നവരായി തീർന്നത് മഹാത്മാവും പരമാത്മാവുമായ ആ ഹരിയുടെ പ്രേരണ കൊണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. വരം ഭിക്ഷാടനം സാധോ നീവാരൈർജീവനം വരം യോധാന്ന ഹത്വാലോഭേന ശില്പേന ജീവനം വരം. ലോഭം കൊണ്ട്, ഈ അത്യാഗ്രഹം കൊണ്ട് ഉത്തമയോദ്ധാക്കളെ ഹനിക്കാതെ എന്ത് വേണമായിരുന്നു? ഭിക്ഷാടനം ചെയ്തോ, അതല്ലെങ്കിൽ നീവാരൈർജീവനം വരം, ഈ വലിയ നെല്ലുകൊണ്ട് അത് വെച്ചുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പണിയെടുത്ത് ജീവിക്കുന്നതാണ് ശ്രേഷ്ഠം. ഇത്തരം ഉത്തമന്മാരായ യോദ്ധാക്കളെ കൊല്ലുന്നത് ശരിയല്ല. വിച്ഛിന്നസ്തു ത്വയാ വംശോ രക്ഷിതോ മുനിസത്തമ
സമുത്പാദ്യ സുതാനാശു ഗോളകാൻ ശത്രുനാശനാൽ. ഹേ മുനിശ്രേഷ്ഠ, കുറ്റിയേറ്റ വംശം ശത്രുക്കൾ നശിപ്പിക്കാതെ ആ വിധമാപുത്രന്മാരെ ജനിപ്പിച്ച് രക്ഷിച്ചത് അവിടുന്നാണ്. ഞങ്ങളുടെ ഈ വംശത്തെ വേണ്ട പോലെ കൊണ്ടു നടന്നത് ഹേ വേദവ്യാസ ഭഗവാനെ അവിടുന്നാണ്. അവിടുന്ന് അംബികയിലും അതേപോലെ അംബാലികയിലും പുത്രോത്പാദനം ചെയ്തപ്പോഴാണ് ധൃതരാഷ്ട്രരും പാണ്ഡുവും ഉണ്ടായത്. പിന്നീട് ഒരു ദാസിയെ പ്രാപിച്ചപ്പോഴാണ് അവളിൽ നിന്ന് വിതുരൻ ഉണ്ടായത്. അപ്പോൾ കുറ്റിയേറ്റ വംശത്തെ രക്ഷിച്ച ആളാണ് കുലോത്തമനായിരിക്കുന്ന അവിടുന്ന്. സോൽപേനൈവ തു കാലേന വിരാടതനയാസുത താപസസ്യ ഗളേ സർപ്പം ന്യസ്തവാൻ കഥമത്ഭുതം. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ആ വിരാടപുത്രിയുടെ പുത്രനായ പരീക്ഷിത്ത് താപസനായ ശമീകന്റെ താപസസ്യ ഗളേ സർപ്പം ന്യസ്തവാൻ കഥമത്ഭുതം, ആ ശമീക മഹർഷിയുടെ കഴുത്തിൽ ചത്തപാമ്പിനെ കൊണ്ടുപോയി ഇട്ടു എന്നുള്ളത് അതിലും അത്ഭുതം. അപ്പോൾ അതാണ് എനിക്ക് അത്ഭുതം. തൻ്റെ പിതാവ് ചെയ്തതിനെ ജനമേജയൻ ഓർക്കുകയാണ്. ന കോപി ബ്രാഹ്മണം ദ്വേഷ്ടി ക്ഷത്രിയസ്യ കുലോദ്ഭവ. ക്ഷത്രിയ കുലത്തിൽ പിറന്ന ഒരാളും ബ്രാഹ്മണനെ ദ്വേഷിക്കില്ല. അപ്പോൾ താപസം മൗനസംയുക്തം, ആ മൗനിയായി തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ പിത്രാകിം തൽകൃതം മുനി, എൻ്റെ അച്ഛൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്? ഏതൈരന്യൈശ്ച സന്ദേഹൈർ വികലം മേ മനോധുന. അധുന, ഇപ്പം എൻ്റെ മനസ്സിനെ ഇത്തരത്തിലും അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംശയങ്ങൾ കൊണ്ട് എൻ്റെ മനസ്സ് വളരെ ചഞ്ചലമായിരിക്കും. സ്ഥിതം കുരു പിതസാധോ. അപ്പോൾ അതിന് സംശയങ്ങൾ നീക്കി അതിനെ സ്ഥിരമാക്കുക. സർവജ്ഞോസി ദയാനിധി, അങ്ങ് ദയാനിധിയാണ്, എല്ലാം അറിയുന്നവനുമാണ്, വേണ്ടത് ചെയ്യണേ എന്ന് പറയുന്ന 48-ാമത്തെ ശ്ലോകത്തോടുകൂടി ഈ ദിവസം നമ്മൾ അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ സമർപ്പിക്കുന്നു. അതേപോലെ തന്നെ ചതുർത്ഥ സ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായവും അവിടെ പൂർത്തിയാവുന്നു. 48 ശ്ലോകങ്ങളും ജനമേജയൻ്റെ വാക്കുകളായിട്ടാണ് നമ്മൾ കേട്ടത്. ഇനി മറുപടിയാണ് നമുക്ക് നാളെ അനുസ്മരിക്കാനുള്ളത്. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു.
കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.